ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു റൂഫിലോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫിലോ നമ്മൾ സോളാർ പാനൽ വെക്കാൻ പോവാണ്. എത്ര പാനൽ വേണം എന്നുള്ളത് ഒരു സോളാർ വെൻഡർ നമ്മളോട് പറയുന്നതുമാണ്. പാനൽ ഏതോ ഒരു സ്റ്റീൽ സ്ട്രക്ചർ ഉണ്ടാക്കി അതിന്റെ മേളിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഈ സ്ട്രക്ചർ നമ്മുടെ ഇൻക്ലൈൻഡ് റൂഫിലോ നമ്മുടെ ഫ്ലാറ്റ് റൂഫിലോ ആണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ കോൺക്രീറ്റിലോട്ട് ഒരു സ്ക്രൂ അടിച്ച് ഇറക്കി കഴിഞ്ഞാൽ അതിൽ കൂടെ വെള്ളം കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ അത് വരാത്ത രീതിയിൽ വേണം ഇത് ഫിക്സ് ചെയ്യാൻ. നമ്പർ വൺ ആയിട്ടുള്ള ഒരു പോയിന്റ്. ഫ്ലാറ്റ് സ്ലാബ് ആണെങ്കിൽ അതിൽ സ്ട്രക്ചർ ഫിക്സ് ചെയ്യുന്നതിന്റെ മുന്നേ എടുക്കേണ്ട കുറച്ച് പ്രിക്കോഷണറി മെഷേഴ്സ് ഉണ്ട്. അത് എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. പല വീടുകളിലും വീട് ലീക്ക് ആവുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ അതിന് ആദ്യം നോക്കുന്ന പോയിന്റുകളിൽ ഓർമ്മ സോളാർ എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നേരെ സ്ലാബ് ഇങ്ങനെ തുളച്ച് ചില ആൾക്കാർ ചെയ്യാറുണ്ട്. ഇൻക്ലൈൻ സ്ലാബ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ സോളാർ എത്ര പാനൽ ഉണ്ടെന്നും ആ പാനൽ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്നും ഈ പാനലിന്റെ വെയിറ്റ് എത്രയുണ്ടെന്നും അതിന് എത്ര കാലുകൾ വേണമെന്നും ഈ കാൽ എവിടെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നും ഉള്ളത് ഈ ട്രസ്സിൽ തീരുമാനമായി അതനുസരിച്ച് പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ റൂഫിംഗ് വർക്ക് ചെയ്യാമുള്ളൂ. ഇട്ടിരിക്കുന്ന ഓടോ ഇട്ടിരിക്കുന്ന കുടിക്കോ അല്ലെങ്കിൽ മറ്റനവധി റൂഫിംഗ് മെറ്റീരിയൽ തുളച്ചോ ഡ്രില്ല് ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കറക്ഷൻ ചെയ്തിട്ടോ അതിൽ നിന്ന് കാല് ഉയർത്തി വെച്ചാൽ വെള്ളം വീണ്ടും അകത്ത് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.